യുകെയിലും അയർലൻഡിലും വർക്ക് ചെയ്യുന്ന നഴ്സുമാർക്ക് ഓസ്ട്രേലിയയിൽ നഴ്സായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയൊരു പാത്വേ ഓസ്ട്രേലിയൻ നഴ്സിംഗ് കൗൺസിൽ കഴിഞ്ഞ ദിവസം ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് ശേഷം ഒത്തിരി ആളുകൾ ചോദിക്കുന്നതാണ്, GNM കഴിഞ്ഞ നഴ്സുമാർക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ, അതേപോലെ ഏജിൻ്റെ റെസ്ട്രിക്ഷൻ ഉണ്ടോ, അതേപോലെ യുകെയിൽ സിഫ് പാത്വേയിൽ കൂടി IELTS അല്ലെങ്കിൽ OET പാസ്സാകാതെ മറ്റു പാത്വേയിൽ കൂടി രജിസ്റ്റർ ചെയ്ത നഴ്സുമാർക്ക് ഈ ഒരു റൂട്ടിൽ കൂടി പോകാൻ പറ്റുമോ, അതേപോലെ IELTSൻ്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ, ഇങ്ങനെയുള്ള ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഒരു കാര്യം അത് പറയാനുള്ളത്, ഇതിനെക്കുറിച്ചുള്ള അപ്ഡേറ്റുകളൊന്നും ഇതുവരെ ഓസ്ട്രേലിയൻ നഴ്സിംഗ് കൗൺസിൽ അനൗൺസ് ചെയ്തിട്ടില്ല. ഈ ഒരു പാത്വേയെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഈ ഒരു പാത്വേ സ്റ്റാർട്ട് ചെയ്യുന്നത് 2025 ഏപ്രിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഏപ്രിൽ 15 ശേഷം മാത്രമേ ഈ ഒരു പാത്വേ തുടങ്ങുകയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു പാത്വേയിൽ തുടങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ചെയ്യാനോ പറ്റുകയുള്ളൂ. കാരണം അതിന് മുമ്പ് നിങ്ങളൊരു ആപ്ലിക്കേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ആ ഒരു ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യവും അവർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് രജിസ്ട്രേഷനെ സംബന്ധിച്ച് എന്തെങ്കിലും ക്വയറികളാണെങ്കിൽ നമുക്ക് എൻവൈറ്റിസിൻ്റെ ഓഫീസിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ എല്ലാവരും ചോദിക്കുന്നതാണ് എൻവൈറ്റിസ് ചെയ്യുന്നുണ്ടോ എന്ന്. എൻവൈറ്റിസ് റിക്രൂട്ട്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഓസ്ട്രേലിയയിൽ UK പോലെ എല്ലാ വേക്കൻസികൾ വളരെ കുറവാണ്. റീജിയണൽ ആയിട്ടുള്ള ഏരിയകളിൽ മാത്രമാണ് വേക്കൻസികൾ ഉള്ളത്. മെയിനായിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ വേക്കൻസികൾ വളരെ കുറവാണ്. ഈ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക. പക്ഷേ രജിസ്ട്രേഷൻ ചെയ്യുന്നത് കൊണ്ട്, രജിസ്ട്രേഷൻ എടുത്തിരുന്നത് കൊണ്ട് യാതൊരുവിധ തെറ്റുമില്ല. രജിസ്ട്രേഷനെ കുറിച്ച് എന്തെങ്കിലും ക്വയറികളുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന നമ്പറെ കോൺടാക്ട് ചെയ്യുക. പക്ഷേ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, 2025 ഏപ്രിലിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. കൂടുതൽ വിവരങ്ങൾ വരുന്നതനുസരിച്ച് നിങ്ങളെ അറിയിക്കാം. താങ്ക്